കോവയ്ക്ക അഥവാ കോവൽ എന്നെല്ലാം അറിയപ്പെടുന്ന, കേരളത്തിൽ പച്ചക്കറിയായി പൊതുവെ ഉപയോഗിച്ചു വരുന്ന കോവയ്ക്ക സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന പേര് തന്നെ മധുരശമനി എന്നാണ്. കോവയ്ക്ക പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഇൻസുലിനാണ് അതിൻ്റെ അകത്തുള്ളത് എന്നാണ് ആയുർവേദ ശാസ്ത്രവും അതല്ലാതെ ആധുനിക കണ്ടുപിടുത്തങ്ങളും പറയുന്നത്. ഇൻസുലിൻ നൽകുന്നത് പരാജയപ്പെട്ടെടുത്ത് പോലും കോവയ്ക്കയുടെ ഇലയും വേരും അതിൽ നിന്നെടുക്കുന്ന സത്തും നിർദ്ദേശിക്കപ്പെടാറുണ്ട് ആയുർവേദ വൈദ്യന്മാർ ഇന്നും. ഒരു പ്രമേഹ രോഗി നിത്യവും 100 ഗ്രാം കോവയ്ക്ക ഉപയോഗിച്ചു വരികയാണെങ്കിൽ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാനും നശിച്ചു കൊണ്ടിരിക്കുന്ന കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാനും കഴിയും. ഇനി കോവയ്ക്ക ദിവസവും കഴിക്കാൻ സാധിക്കില്ല എങ്കിൽ കോവയ്ക്ക ഉണക്കി പൊടിച്ച പൊടി 10 ഗ്രാം വീതം ദിവസവും 2 നേരം ഭക്ഷണത്തിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴിച്ചാലും ഇതേ ഫലം തന്നെ ലഭിക്കും. കോവയ്ക്ക നിത്യം ഉപയോഗിക്കുന്നവർക്ക് പ്രമേഹമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത്. കോവയ്ക്കയുടെ ഈ അത്ഭുത സിദ്ധിയെക്കുറിച്ച് ഇനിയും ധാരാളം പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. കോവയ്ക്കയുടെ ഇലയ്ക്കും ഔഷധ ഗുണമുണ്ട്. ഇത് വേവിച്ച് ഉണക്കി പൊടിയാക്കി സൂക്ഷിച്ചാൽ ഈ പൊടി 1 ടീസ്പൂൺ വീതം 3 നേരം ചൂടുവെള്ളത്തിൽ കലക്കി ദിവസവും സേവിക്കുകയാണെങ്കിൽ സോറിയാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്നതായി കാണുന്നുണ്ട്. കോവാൽ അല്ലെങ്കിൽ കോവയ്ക്ക എന്ന് പറയുന്ന ചെടിയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ ആയുർവേദ സംബന്ധമായി ഉപയോഗിക്കുന്നതാണ്. കോവയ്ക്ക നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന കോവയ്ക്കയെങ്കിലും ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുന്നത് പ്രമേഹം എന്നത് നമുക്ക് ഒഴിവാക്കാം എന്ന കാര്യത്തിൽ തർക്കമൊന്നും തന്നെയില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെങ്കിൽ, ഈ ചെടി അല്ലെങ്കിൽ ഈ കോവയ്ക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് പറഞ്ഞതിന് ശേഷം ഇത് മാത്രമേ കഴിക്കുകയുള്ളൂ, ഇതിൻ്റെ തോരൻ, ഇതിൻ്റെ കറി, ഇതിൻ്റെ മെഴുക്ക് പുരട്ടൽ ഇതേ കഴിക്കുകയുള്ളൂ എന്നല്ല. അങ്ങനെ പാടില്ല. ഒരു ചെറിയ അളവിൽ കഴിക്കുക എന്നാണ് പറയുന്നത്, അല്ലാതെ ഇത് മാത്രം തന്നെ കഴിക്കരുത്. കാരണം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചൊല്ലുണ്ട്, അമൃതും അധികമായാൽ വിഷമെന്ന്. അപ്പം എല്ലാം തന്നെ അതിൻ്റെ ഒരു ലിമിറ്റിൽ. ഗ്രീൻ ടീ ആണ് നല്ലത് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ മാത്രം കഴിക്കരുത് എന്ന് പറഞ്ഞതുപോലെ കോവയ്ക്ക നല്ലതാണ്. അത് ഈ പറഞ്ഞ അളവിൽ ഒരു 100 ഗ്രാം അത് ദിവസേന കുഴപ്പമില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.